നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ കായികമേളയിൽ പങ്കെടുക്കുന്നതിന് യാത്ര തിരിക്കുന്ന നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ കായിക താരങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പടിയൂരിൽ ദൈവദശക ശതാബ്ദിയും വൈക്കം സത്യഗ്രഹ നവതി ആഘോഷവും നടത്തി. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി കൗൺസിലിംഗ് ക്ലാസ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ കായികമേളയിൽ പങ്കെടുക്കുന്നതിന് യാത്ര തിരിക്കുന്ന നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ കായിക താരങ്ങൾക്കുള്ള യാത്രയയപ്പും വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥി ശബരീഷിനുള്ള ചികിത്സാ സഹായ വിതരണവും കൈമാറി. കായിക താരങ്ങളായ PD അഞ്ജലി, ആൻസി സാജൻ, VD അഞ്ജലി, PM അഞ്ജന, റാണി കൃഷ്ണ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പരിശീലകരായ കണ്ണൻ മാഷും അനന്തവും സന്നിഹിതരായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശബരീഷിന് വേണ്ടി സമാഹരിച്ച 21,17,957 രൂപയിൽ നിന്നും 10 ലക്ഷം രൂപയാണ് ഇപ്പോൾ കൈമാറിയത്. ബാക്കിയുള്ള തുക ചികിത്സാ ചിലവിലേക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഗീതാ ഗോപി MLA, ബ്ലോക്ക് മെമ്പർ CK കുട്ടൻ മാസ്റ്റർ, KP സുഗദാസ്, ധനഞ്ജയൻ മച്ചിങ്ങൽ, BK ജനാർദ്ദനൻ, KH സാജൻ, VK ദിനേശ്, HM KP വത്സല, MPTA പ്രസിഡന്റ് സുനില ശ്രീധരൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പടിയൂരിൽ ദൈവദശക ശതാബ്ദിയും വൈക്കം സത്യഗ്രഹ നവതി ആഘോഷവും നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മളെല്ലാവരും ഒരുമിച്ച്, എല്ലാ ഖണ്ഡങ്ങളിൽ നിന്നും ഒരുമിച്ച് 100 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ സമാജത്തിന് വ്യക്തിപരമായും സാമാജികമായും ഉയർച്ച നേടാൻ സാധിക്കുക എന്ന കണ്ടെത്തലിൽ നിന്ന് ഗുരുദേവൻ രചിച്ച ആ പ്രാർത്ഥനാ ഗീതം നമ്മൾ ഒന്നിച്ചു മുഴക്കിയപ്പോൾ തീർച്ചയായും നമ്മളും ആ ഒരു വ്യക്തിപരമായും സാമാജികമായുമുള്ള ഉയർച്ചകൾ താണ്ടാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെയാണ് നമ്മളത് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനാ ഗീതം നമ്മൾ പല ഘട്ടങ്ങളിലും പഠിച്ചു, ചർച്ചയ്ക്ക് വിധേയമാക്കി. എല്ലാവർക്കും ഇന്നറിയാം. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഒരു നിരാശയുടെ ശബ്ദത്തിൽ മറ്റൊരു വഴിയുമില്ല എന്നുള്ളൊരു ഗതികേടിന്റെ സ്വരത്തിൽ ദൈവമേ ഞങ്ങളെ കാത്തോളണേ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുക്കാണ് ദൈവമേ ഞങ്ങളെ ഒന്ന് കാത്തോളണേ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രാർത്ഥനാ ഗീതം അവസാനിപ്പിക്കുന്നത് വാഴണം വാഴണം സുഖം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് സുഖത്തിലേക്ക് എത്തുന്നു. നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം, നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ട നേട്ടം എന്താണ്? ഏത് ഗതികേട് നിൽക്കുമ്പോഴും ദൈവമല്ലാതെ മറ്റൊരാശ്രയമില്ല, എന്നെ കാത്തോളണേ എന്ന് പറഞ്ഞ് SNDP യൂണിയൻ പ്രസിഡന്റ് CD സന്തോഷ് ചറാകുളം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബാബു മാസ്റ്റർ കല്ലിക്കാട്ട് അധ്യക്ഷനായി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി KP ഹരിദാസ് വിഷയാവതരണം നടത്തി. ബാലൻ പണിക്കശ്ശേരി, PS ജ്യോതിന്ദ്രനാഥ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ശിവദാസ് ശാന്തി സ്വാഗതവും RR രാജീവ് നന്ദിയും പറഞ്ഞു. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9, 10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി കൗൺസിലിംഗ് ക്ലാസ് നടത്തി. ഫാദർ രാജു ക്ലാസ് നയിച്ചു. 5ാം ക്ലാസ്സുകാരി, അവൾക്ക് പപ്പയുടെ ലൈനിൽ അവളൊരു വലിയൊരു പരസ്യകാരി, അവളെ സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ചിന്ത. മമ്മിയുടെ അഭിനയത്തിൽ നന്നായി പഠിച്ചാൽ മതി. കണ്ട ആശയപരമായ 2 വ്യത്യാസമുണ്ട്. എന്നിട്ട് ഒരു ദിവസം അവളെ കാണാനില്ല. മോളെ എവിടെയും മമ്മി ചോറ് തരാൻ മോളെ എവിടെയാ കാണാനില്ല. വിളിച്ചോണ്ട് നടന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ വന്നു. മോളെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവള് പുറത്തേക്ക് വന്നു. ഇതാണ് കുറെ മക്കള് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? പപ്പയും മമ്മിയും പോട്ടിയില്ലാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ പരമാവധി യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞു വെക്കേണ്ട. അച്ഛൻ പറഞ്ഞ ചില ആശയങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ പറയണം. പപ്പ ഇല്ലാതെ മമ്മി വളർത്തുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. പപ്പ ദുബായില്, മമ്മി 10-20 കൊല്ലം വളർത്തിക്കൊണ്ടിരുന്നു. നന്നായി സൂക്ഷിക്കണം, നിങ്ങളവർ പറ്റിക്കും. നിങ്ങൾക്ക് അത്ര ഷാർപ്പല്ല. നിങ്ങൾ സ്ത്രീയെ കുറ്റം പറയില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ചില നിഗമനങ്ങൾ പറയാണ്. അതൊരിക്കലും മെയിൽ ഫീമെയിൽ അങ്ങനെ പറയല്ല. കാരണം ചില കാര്യങ്ങളിൽ സാധ്യം വെക്കാൻ ആർക്കും പറ്റുള്ളൂ? പുരുഷനെ പറ്റുള്ളൂ. അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചർ അല്ല, അങ്ങനെയാണ്. ഒരു കോൽപ്പേടി എന്ന് പറയില്ലേ? ഞാൻ അമ്മമാരോട് പറയണ്ടേ, എത്ര കുടിയനാണെങ്കിലും ഗുരുവായൂർ കാശുവിന്റെ മുന്നിൽ വെച്ച ആ വടി പോലെയാണ് ഭർത്താവ്. ഗുരുവായൂർ മടപ്പന്നത്ര കോട്ട പോയിട്ടില്ലേ? ഒരു ആനയുടെ ചെവിരോടെ വടി വെച്ചല്ലേ, പിന്നെ ആന ഉണ്ടെങ്കിൽ ആ വടി കളഞ്ഞാൽ കൊല്ലും, കുത്തി കൊല്ലും. എന്താണ് ഡിസിപ്ലിൻ അറിയണമെന്നത്? സംഗതി പപ്പത്താണ്ട് പോലെ കിടക്കണം കിട്ടിയാണെങ്കിലും ഓർക്കുക ഉള്ളത് നല്ലതാണ്. PTA ആഭിമുഖ്യത്തിൽ നടന്ന ക്ലാസ്സിൽ PTA പ്രസിഡന്റ് KS സോമസുന്ദരൻ, മാതൃസംഗമം പ്രസിഡന്റ് ശ്രീജ ഉല്ലാസ്, ഹെഡ്മിസ്റ്റർ KA ഷീബ, PB കൃഷ്ണകുമാർ എന്നിവരും സംസാരിച്ചു.
നാട്ടികയിലെ അക്ഷരസ്നേഹികളുടെ ചിരകാല സ്വപ്നമായിരുന്ന നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാല മന്ദിരം ഈ മാസം 10-ന് ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തൃപ്പയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗീതാ ഗോപി MLA കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിക്കും. ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം CN ജയദേവൻ MP നിർവഹിക്കും. ബാബു M പാലിശ്ശേരി MLA സോവനീർ പ്രകാശനം ചെയ്യും. ഗ്രന്ഥശാല രക്ഷാധികാരി ധനഞ്ജയൻ മച്ചിങ്ങൽ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിക്കും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ സോവനീർ ഏറ്റുവാങ്ങും. സിനിമാ താരം രാജീവ് മേനനും കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനും മുഖ്യ അതിഥികളായി പങ്കെടുക്കും. നാടക ചെറുകഥാകൃത്ത് ബാപ്പു വലപ്പാട് രചിച്ച പുസ്തകങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് ഏറ്റുവാങ്ങും. നിർധനരായ രോഗികൾക്കുള്ള ധനസഹായ വിതരണം അഡ്വക്കേറ്റ് K വേണുഗോപാലൻ നിർവഹിക്കും. പ്രൊഫസർ KU അരുണൻ മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിക്കും. ഗ്രന്ഥശാല ആജീവനാന്ത മെമ്പർഷിപ്പ് വിതരണം KN ഹരിയും കായിക താരങ്ങളെ അനുമോദിക്കൽ വലപ്പാട് CI R രതീഷ് കുമാറും നിർവഹിക്കും. പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കുട്ടൻ മാസ്റ്റർ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം TS വേലായുധൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ചടങ്ങിന് മുന്നോടിയായി രാവിലെ ഗ്രന്ഥശാല പ്രസിഡന്റ് PM സുകുമാരൻ പതാക ഉയർത്തും. 2:30-ന് നാട്ടിക ജുമാ മസ്ജിദ് പരിസരത്തു നിന്നും ഘോഷയാത്രയും നടത്തുമെന്നും ഭാരവാഹികളായ അനിൽ പുളിക്കൻ, PV ദിലീപ് കുമാർ, PM സുകുമാരൻ, സുനിത മുത്തുരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനരക്ഷ മണപ്പുറം സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് ധനസഹായം വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആമുഖമായി ഈ മണപ്പുറം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളും ജനരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചു. 2009 അന്ന് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ UHIയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ RSBY എന്ന് പറയുന്ന 2 ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. പക്ഷേ ഈ 2 ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളും പലപ്പോഴും നമ്മൾ ആ ഇൻഷുറൻസ് കാർഡ് വളരെ ക്യൂ നിന്ന് തിരക്ക് പിടിച്ച് ഒക്കെ എടുക്കെങ്കിലും അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയാറില്ല. ഒന്ന്, അതിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം യഥാസമയം പുതുക്കില്ല. അതല്ലെങ്കിൽ പുതുക്കിയാൽ തന്നെ രോഗം വന്ന് ആശുപത്രിയിൽ ചികിത്സയിലായി കഴിഞ്ഞാൽ അതിന് ആവശ്യമായ ഇൻഷുറൻസ് തുക മേടിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലെയിം യഥാസമയത്ത് എത്തിക്കുന്നതിനോ അത് മേടിച്ചെടുക്കുന്നതിനോ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. 2009-ൽ ബഹുമാനായ മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ ശ്രീ VP നന്ദകുമാറും അന്ന് പഴയ നാട്ടിക നിയോജകമണ്ഡലത്തിന്റെ MLA ആയിരുന്ന ശ്രീ TM പ്രതാപനും ഉൾപ്പെടെ നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ 2 ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലെയും ഗുണഭോക്താക്കളെ പരിപൂർണമായും മണപ്പുറം ജനരക്ഷ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുന്നു. വാടങ്കം കൃഷ്ണവേണി പ്രമോദ് അധ്യക്ഷയായി. മണപ്പുറം ഫൗണ്ടേഷൻ പെർമനന്റ് ട്രസ്റ്റി സൂരജ് നന്ദൻ വിശിഷ്ട അതിഥിയായിരുന്നു. മണപ്പുറം ഫിനാൻസ് ഹോണററി ഡയറക്ടർ ഗോവിന്ദൻ മാസ്റ്റർ, സുപ്രഭ, ദിവ്യ, ലിനേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ VB ഷെരീഫ്, NS ധർമ്മൻ മാസ്റ്റർ, VG സദാനന്ദൻ, ലതിക ബാലതിലകൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ആകെ 3,34,186 രൂപ 55 പേർക്കായാണ് വിതരണം ചെയ്തത്. ഇടവേള.